ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ്. 2025 ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള ആഴ്ച. കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന കാര്യങ്ങൾ നോക്കുമ്പോൾ ഏപ്രിൽ 6-ാം തീയതിയാണ് ശ്രീരാമാവതാരം. ഏപ്രിൽ 25-ന് ഏകാദശി, അതായത് പകൽ 2:59 മുതൽ രാത്രി 3:43 വരെയാണ് ഹരിവാസരം. ഈ ഹരിവാസര സമയം വ്രതം എടുക്കുന്നതും ഏകാദശി വ്രതം എടുക്കുന്നതിന്റെ പൂർണ്ണമായ ഫലം കിട്ടുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. 27, അതായത് ഏപ്രിൽ മാസം 27-ാം തീയതി പ്രദോഷമാണ്. മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളൊക്കെ മാറുന്നതിനും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും ഉത്തമമാണ്. 29-ാം തീയതിയാണ് പൗർണമി. പൗർണമി വ്രതം എടുക്കുന്നതും ദേവീ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. ആഴ്ച ഫലത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇടവം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചൊവ്വായും, കേതു കന്നിയിലും, മീനം രാശിയിൽ ശനി, ആദിത്യൻ, രാഹു, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യും. ചന്ദ്രൻ പൊതുവെ പക്ഷബലത്തോടുകൂടിയാണ് ഈ ആഴ്ച രാശി സഞ്ചാരം. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധിയുടെ ആഴ്ച, സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നുചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ ആഴ്ച. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും. തൊഴിൽ വിജയങ്ങളും വന്നുചേരും. സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരുമെങ്കിലും വന്നുചേരുന്ന ധനം പല വിധത്തിലും പാഴായി പോകുന്നതിനും ഒക്കെ സൂചനയുണ്ട്. കടങ്ങൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെടാതെ അതീവ ശ്രദ്ധ ആവശ്യം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ശ്രേയസിനും യശസ്സിനും ഹാനികരമായ ചില കാര്യങ്ങൾ സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനോ വിദ്യാഭംഗം വന്നു ചേരുന്നതിനും ഒക്കെ സൂചനയുണ്ട്. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും അതീവ ശ്രദ്ധ ആവശ്യമാണ്. കൊള്ളുകേലാത്ത പ്രണയം വന്നു വിടുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ സമയം. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ട്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കുക. കുടുംബത്തും ചില അലോസരതകൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രധാനമായിട്ട് ദമ്പതികളായിട്ടുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നുചേരും. എന്നിരുന്നാലും സഹപ്രവർത്തകരുമായിട്ടും ഇടപാടുകാരുമായിട്ടും വളരെ ജാഗ്രത പാലിക്കണം. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള കാലം. തൊഴിൽ പുരോഗതി വന്നുചേരും. സാമ്പത്തിക നേട്ടങ്ങളും വന്നുചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയം. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നുചേരുന്നതിനും യോഗമുണ്ട്. സഹോദര സ്ഥാനീയർ മുഖാന്തരമോ സുഹൃത്തുക്കൾ മുഖാന്തരമോ ചില ക്ലേശങ്ങൾ സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനായിട്ട് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്.
ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും നല്ല കാലം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ധന അധിക ചിലവുകൾ വന്നു ചേരുവാനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയും അക്കാര്യത്തിൽ ആവശ്യമാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുന്നതിന് വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചകമാണ്. വളരെ ക്ഷമ ആവശ്യമാണ്. കുടുംബത്തെ വളരെ സന്തോഷവും സമാധാനവും ഐക്യവുമുള്ള സമയം. തൊഴിൽപരമായ പുരോഗതികളും ധന ആഗമന യോഗവും ഉണ്ട്. തൊഴിൽ രംഗത്ത് സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുണ്ട്. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധിച്ചു വേണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ആരോഗ്യ കാര്യങ്ങളിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ചികിത്സ ആവശ്യമാണ്. കൂടാതെ ഭക്ഷണ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എന്നിരുന്നാലും ചില മനക്ലേശം വന്നു ചേരുന്നതിനോ പ്രണയഭംഗം ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം. ധന ആഗമന യോഗവും തൊഴിൽ പുരോഗതിയും വന്നു ചേരും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ജാഗ്രതയും ശ്രദ്ധയും ഏത് കാര്യത്തിനും വേണം. ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. തൊഴിൽ രംഗത്ത് പാപഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. അധ്വാനത്തിനനുസരിച്ച് വേതനം കിട്ടിയില്ല എന്ന് വരാം. ഉദ്ദേശിച്ച പ്രൊമോഷൻ ചില തടസ്സങ്ങൾ സൂചകമാണ്. പല വിധത്തിലുമുള്ള തൊഴിൽ തടസ്സങ്ങളും ക്ലേശങ്ങളും മനക്ലേശങ്ങളും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധ തൊഴിൽ കാര്യത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് കുടുംബത്തായാലും പരസ്പരം സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ശ്രദ്ധ ആവശ്യം. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉണ്ട്. 7.5 ശനിയൊക്കെ പൂർണ്ണമായും തീർന്ന് മുക്തി നേടിയിരിക്കുന്നു. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ സൂചകമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധികളും സൂചകമാണ്. അധിക സാഹസികത പാടില്ല. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും തിരുവോണവും കുംഭൻ രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. ജന്മത്തിൽ നിന്ന് ശനി മാറിയിരിക്കുന്നു. അപ്പോൾ വളരെയധികം കർമ്മപുഷ്ടിമ വന്നു ചേരുകയും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുകയും കുടുംബത്ത് സമാധാനവും ഐക്യതയും ഒക്കെ തിരിച്ചു വരികയും ആരോഗ്യം പൊതുവെ തൃപ്തികരവുമായി. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. അധിക കടബാധ്യതകൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എഗ്രിമെന്റ് പേപ്പറുകളിൽ കരാറുടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അതീവ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. പല വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ
മനക്ലേശങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും അത് വളരെ ജാഗ്രതയുടെ ആവശ്യമുള്ള കാലം. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും ജാഗ്രതയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. അസമയത്തെ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരായാലും സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ മറ്റ് മിലിറ്ററിക്കാര്, ഗ്യാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാര്, പാചകം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം എല്ലാവരും. അതായത് അധിക പാപഗ്രഹം രാശിയിൽ സഞ്ചരിക്കുന്നു, ശ്രദ്ധ കുറഞ്ഞു പോയാൽ അത് പല ദോഷങ്ങളും ഉണ്ടാക്കുമല്ലോ. തൊഴിൽ രംഗത്തും അതിൻ്റെതായ ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധയും ആവശ്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദോഷ പരിഹാരത്തിനായിട്ടും അഭിവൃദ്ധിക്കായിട്ടും തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. പ്രത്യേകിച്ച് നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സർപ്പക്കാവിൽ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. നല്ല സുഹൃത്തുക്കളെ കിട്ടുവാനും പൊതുവെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹത്തിനായിട്ടും അതൊക്കെ വളരെ നല്ലതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.